കോഴിക്കോട് വെസ്റ്റ് ഹിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുമായി ദേവാലയത്തിന് പുറത്തു കടക്കാൻ ശ്രമിച്ച 2 പേരെ ഇടവക അംഗങ്ങൾ പിടികൂടി. ആദ്യം ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ യുവാവിന്റെ ആധാർ പരിശോധിച്ചപ്പോൾ കൊയിലാണ്ടി സ്വദേശിയായ മുസ്ലിം. ഒടുവിൽ മാപ്പ് പറഞ്ഞ് ഇരുവരും തടിതപ്പി. കേരളത്തിൽ പലയിടത്തും നടന്നതിന്റെ ആവർത്തനമാണ്. മുൻപൊരിക്കൽ ആലക്കോട് നടന്നു, തൃശൂർ നടന്നു, എറണാകുളത്തും നടന്നു. ഇവിടങ്ങളിലെല്ലാം ഇടവക വിശ്വാസികളുടെ സംയമനത്തോടെയുള്ള പെരുമാറ്റത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയുമായി കടക്കാൻ ശ്രമിച്ചവർ പരിക്കേൽക്കാതെ കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടാക്കാതെ അവരെ പറഞ്ഞയച്ചു. വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. പരിശുദ്ധ കുർബാനയുമായി പുറത്തു കടന്ന യുവതിയെയും യുവാവിനെയും കൈയോടെ ഇടവക വിശ്വാസികൾ പിടികൂടി. യുവതി താൻ തൃശൂർ സ്വദേശിയും ഓർത്തഡോക്സ് സഭാംഗവുമാണ് എന്ന് അവകാശപ്പെട്ടു. യുവാവ് താൻ ക്രിസ്ത്യാനിയാണ് എന്നും യുവതിയുടെ ഭർത്താവാണ് എന്നുമാണ് പള്ളിക്കകത്ത് നിന്നും പറഞ്ഞത്. വിശുദ്ധ കുർബാന പുറത്തു കൊണ്ടുപോകുവാനുള്ള ശ്രമം തടഞ്ഞ ഇടവകാംഗങ്ങളിൽ ഒരാൾ നിർബന്ധിച്ച് അത് ദേവാലയത്തിനുള്ളിൽ വെച്ച് തന്നെ കഴിപ്പിച്ചു. യുവാവ് ഹിന്ദുവാണ് എന്നും അവർ വിവാഹിതരാണ് എന്നും യുവതി വാക്കുമാറ്റി പറഞ്ഞു. ഇരുവരെയും വികാരിയച്ഛന്റെ അടുത്ത് ഹാജരാക്കിയപ്പോൾ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവാണ്, അക്രൈസ്തവനായതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിലെ രീതികൾ പരിചയപ്പെടുത്താൻ വേണ്ടി എല്ലാ പള്ളിയിലും ഇതിനെ കൊണ്ടുപോകാറുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ മതത്തിലോട്ട് ചേർത്ത് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഇവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങി ഇനി ആവർത്തിക്കില്ല എന്നെഴുതി വാങ്ങിയാണ് ഇടവകാംഗങ്ങൾ മടക്കിവിട്ടത്. ആധാർ പരിശോധിച്ചപ്പോൾ കൊയിലാണ്ടി സ്വദേശിയായ മുസ്ലിം യുവാവ്. ഈ മാസം 7-ാം തീയതി രജിസ്റ്റർ ചെയ്ത സ്കൂട്ടറിലാണ് ഇവർ 2 പേരും എത്തിയത് എന്നതാണ് വിവരം. ഈ വാർത്ത ഇടവക വികാരിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളും ദേവാലയങ്ങളും കൂടുതൽ ആളുകൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഇടവക ദേവാലയങ്ങളും വിശുദ്ധ കുർബാന കടത്തിക്കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. പലയിടങ്ങളിലും വൈദികരുടെയും ഇടവക വിശ്വാസികളുടെയും കരുതലിൽ ഇത്തരം ശ്രമങ്ങൾ വിഫലമായി പോകാറുമുണ്ട്. അത്തരത്തിലൊന്നാണ് വെസ്റ്റ് ഹില്ലിലും നടന്നത്. വിശുദ്ധ കുർബാനയുമായി കടക്കാൻ ശ്രമിച്ച വ്യക്തികളുടെ ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിൽ ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട്. അവർ തെറ്റ് തിരിച്ചറിഞ്ഞു എന്നതാണ് ഇടവക വിശ്വാസികളിൽ നിന്നും മനസ്സിലാവുന്നത്. ആ ശുഭവിശ്വാസത്തോടെ അവരുടെ മുഖം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല.